ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു kaabusKitchen. ഇന്ന് പച്ചപ്പയർ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റീം കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ ഗ്രാം സ്റ്റീം കേക്ക്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ 1 കപ്പ് പച്ചപ്പയറാണ് എടുത്തിരിക്കുന്നത്. 3 മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് മൈദ, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, 2 മുട്ട, പിന്നീട് ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ്, പിന്നീട് ആപ്പിൾ ഞാൻ ഇളം ചൂട് വെള്ളത്തിലൊന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ്. ആ മെഴുകൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഈ പച്ചപ്പയറിൻ്റെ മുകളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആപ്പിൾ കട്ട് ചെയ്യാൻ കാണാം. നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ആദ്യം തന്നെ ആപ്പിൾ കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇളം ചൂട് വെള്ളത്തിലാണ് കഴുകിയത്. കാരണം ഇപ്പോൾ കിട്ടുന്ന ആപ്പിൾ എല്ലാം മെഴുക് കോട്ടിംഗ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ജസ്റ്റ് ഇളം ചൂട് വെള്ളത്തിലൊന്നിട്ട് കഴുകുന്നത്. നമ്മളിവിടെ തൊലിയോട് കൂടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആ കുരു എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ജസ്റ്റ് ആ ചെറിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതായത് പച്ചപ്പയറും മുട്ടയും എല്ലാം കൂടെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. അപ്പം ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. വെള്ളം ഒന്നും ചേർക്കാതാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ചിടാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ബാക്കി 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഒരു സ്വല്പം മുമ്പിലോട്ട് നിൽക്കണം. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി മധുരം അതായത് പൊടിച്ച പഞ്ചസാര വേണ്ടാത്തവർക്ക് ശർക്കരയിൽ ഇത് ചെയ്യാവുന്നതാണ്. ശർക്കര ഉരുക്കി ജസ്റ്റ് ഒഴിച്ചാൽ മതി. പിന്നീട് ഇതിനെ ഈസ്റ്റ് ചാലിച്ച് വെള്ളത്തിലിരുന്ന് ജസ്റ്റ് ചാലിച്ചാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് 20 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ച് ഒരു 20 മിനിറ്റോളം അങ്ങനെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഏത് പ്ലേറ്റിലാണോ കുക്ക് ചെയ്യുന്നത്. ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ എണ്ണയോ നെയ്യോ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റീൽ പ്ലേറ്റിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന പ്ലേറ്റില്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അതിലേക്ക് വെള്ള എള്ള്, കറുത്ത എള്ളൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് ഗാർണിഷിങ്ങാണ്. നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കും കറുത്ത എള്ളും വെള്ള എള്ളും ചേർത്ത് കൊടുത്തു. ഉണക്കമുന്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ ആവി വെള്ളം വീഴില്ല സ്റ്റീം ചെയ്യുമ്പം. എന്നിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എക്സാക്റ്റ് ഒരു 45 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ജസ്റ്റ് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ മാവൊന്നും അതിൽ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒരു പരുവം. എന്താ കണ്ടോ, ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിനി മാറ്റാവുന്നതാണ്. ശരി, അപ്പോൾ കുട്ടികൾക്കായാലും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്പോഞ്ചിനെസ്സും ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റീം കേക്കിന്. ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം, കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റും. ആ ഒരു നല്ല സ്പോഞ്ചി ആയിട്ടിരിപ്പുണ്ടായിരുന്നു. അതുപോലെ നല്ല ഡിലീഷ്യസ് ആയിരുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സ്റ്റീം കേക്ക്.
പച്ചപ്പയറും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ, മുട്ടയും ആപ്പിളും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്യാൻ പറ്റിയൊരു സ്റ്റീം കേക്കാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് കാബൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി